പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്ന വിഷയം നാരായണീയത്തിലെ ശ്ലോകങ്ങളാണ്. ആദ്യ ദശകത്തിലെ 5 ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി 6ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹം അന്തഃ സിഞ്ജത് സഞ്ചിന്തഗാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നിങ്ങൾ ശ്രദ്ധിക്കുക. തത് തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹം അന്തഃ സിഞ്ജത് സഞ്ചിന്തകാനാം വപു അനുകലയേ മാരുതാകാരനാഥ. ഇതാകുന്നു ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം. ഇനി ഇതിൻ്റെ അന്വയം എപ്രകാരമാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പ്രത്യഗ്രധാരാധര ലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യ ഏകസാരം സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം സഞ്ചിന്തകാനാം അന്തഃ അമൃതസ്യന്തസന്തോഹനം സിഞ്ജത് തത് തേ വപു മാരുതാകാരനാഥ അനുകലയേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം വിവരിക്കുന്നത്. പുത്തൻ കാർമേഘങ്ങളുടെയും മനോഹരങ്ങളായ കായാമ്പൂവിൻ പൂക്കളുടെയും വിളയാട്ടം കാട്ടുന്നതും സൗന്ദര്യസാര സർവസ്വമായതും സുഹൃതികൾക്ക് തങ്ങളുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരമായും ലക്ഷ്മീദേവിക്ക് കൂസൽ കൂടാതെ കളിയാടാനുള്ള വാസസ്ഥലമായും ധ്യാനനിരതരുടെ ഇടയിൽ അമൃത് പൊഴിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ സ്വരൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സാരം. നമസ്തേ.